ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇൻഫിനിറ്റ് അൺബോക്സിംഗ്. ഓക്കെ, സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ്. ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ആപ്സിനെ പരിചയപ്പെടാനാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് ഉള്ളത് വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പിലേക്ക് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനായി നമ്മൾ മറ്റൊരു ഫോൾഡറിൽ നിന്ന് ഫയൽസ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഇതിൽ തന്നെ ഡയറക്റ്റായി ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഓൺ സ്ക്രീൻ റെക്കോർഡിങ്ങും വോയിസ് റെക്കോർഡിങ്ങും ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ എഡിറ്റിങ്ങിനായി ഇൻബിൽട്ടായി തന്നെ കുറേ തീംസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ സ്മോക്കാണ്. ഇത് ആഡ് ചെയ്യാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. ഇതിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് കുറേ ഫോൺസും കിട്ടുന്നുണ്ട്. സോ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൽ വാട്ടർമാർക്ക് ഇല്ല എന്നത് തന്നെയാണ്. സോ നമ്മുടെ ലിസ്റ്റിൽ സെക്കൻഡ് വന്നിരിക്കുന്നത് ക്യാപ്വിങ് എന്ന എഡിറ്ററാണ്. ഈ ആപ്പ് കൂടുതൽ ഉപയോഗിക്കാവുന്നത് സ്ലൈഡ് ഷോ ചെയ്യാനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉപയോഗിച്ചുള്ള ചെറിയ ആനിമേഷൻ വീഡിയോസ് ചെയ്യാനുമാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻഫൈനൈറ്റ് അൺബോക്സിംഗ്. ഇത് നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് കുറേ ഫോൺസും ഇൻബിൽട്ടായി തന്നെ ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡേയ്സ് 1 എന്ന ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതൊന്ന് റീസൈസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സ്ക്രീനിൽ എത്ര സമയം വെക്കണമെന്ന്, അതായത് സ്ക്രീനിൽ എത്ര സമയം നിൽക്കണമെന്ന് നമുക്കിത് ടൈം ലൈനിൽ പോയി ടൈം ഡ്യൂറേഷനായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഇതിലേക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി വേറൊരു ബ്രൗസറിൽ പോയി ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ സെർച്ച് ബോക്സിൽ ആമസോൺ എന്ന് സെർച്ച് ചെയ്തു, ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ആഡ് ചെയ്യാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് അത് റീസൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്രോപ്പ് ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് റീസൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചെറിയ രീതിയിൽ ആനിമേഷൻ കൊടുക്കാനും നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഓഡിയോ റെക്കോർഡിംഗ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ലൈവ് ഓഡിയോ റെക്കോർഡിങ്ങും നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വന്നിരിക്കുന്നത് ക്ലിപ്ചാം എന്ന എഡിറ്ററാണ്. ഇതിൽ നമുക്ക് വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഡയറക്റ്റായി വീഡിയോസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സ്റ്റോക്ക് ഇമേജസും വീഡിയോസും ധാരാളമായി തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ സാധാരണ എഡിറ്ററുകളിൽ കണ്ടുവരുന്ന ട്രാൻസാക്ഷൻസ്, ലോഗോസ്, എഫക്ട്സ്, അങ്ങനെ സാധാരണ സാധനങ്ങൾ ഇതിലും കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് PC-യിൽ വെബ്ക്യാം ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം PC സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുമാത്രമൊന്നുമല്ല കേട്ടോ സുഹൃത്തുക്കളെ, നമ്മുടെ വോയിസ് ഓൾട്ടർ ചെയ്യാനും സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ വോയിസ് ഒരു റോബോട്ടിൻ്റെ വോയിസായി മാറ്റുവാനോ ഒരു ഏലിയൻ്റെ ശബ്ദമായി മാറ്റുവാനോ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഗൂഗിൾ ഡ്രൈവിൽ അല്ലെങ്കിൽ ബോക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയൽസ് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഡയറക്റ്റായി ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ആപ്പിലേക്ക്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്തെന്നാൽ ഇതിൽ വാട്ടർമാർക്ക് ഇല്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റോക്സിലുള്ള ഒരു വീഡിയോ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് 720pയിൽ മാത്രമേ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ എന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇറ്റ്സ് ഡിഫറെൻറ്റ് അൺബോക്സിംഗ്. സ്റ്റേ ട്യൂൺഡ്.